അപ്പം നമ്മൾ തമിഴ്നാട് ആന്ധ്ര ബോർഡറിലാണുള്ളത്. രാവിലെ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ, 6:30 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിറയെ തുമ്പികൾ പറക്കുന്നത് കാണാം. തുമ്പി പറക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ ഓണത്തിന് തുമ്പി പറക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാഷണൽ ഹൈവേ. അപ്പോൾ ഈ നാഷണൽ ഹൈവേയിലൂടെ ഒരു കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആന്ധ്രയിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം മഴയായതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ, ഈ ഗണപതി ക്ഷേത്രത്തിലാണ് ഇന്നലെ തങ്ങിയത്. ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ കുഞ്ഞിനെയൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വണ്ടിയിൽ കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അവൾ കയറി കിടന്നുറങ്ങി. അവൾക്ക് വെള്ളം കൊടുത്തിട്ട് അവൾ കുടിക്കുന്നില്ല. അവൾ ചില നേരത്ത് നല്ലവളാണ്, ചില നേരത്ത് വളരെ മോശം സ്വഭാവമാണ്. അപ്പോൾ തുള്ളി കളിച്ചിട്ട് കയറി കിടക്കുന്നതാണ് കേട്ടോ, ചുമ്മാ കയറി കിടക്കുന്നതല്ല. അവൾക്ക് നിലത്ത് കിടക്കാൻ വയ്യ, അവൾക്ക് തുള്ളിക്കളിയാണ്. വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഈ വെള്ളം കൂടി കുടിച്ചേ കണ്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ. ഇനി വെള്ളം എടുത്ത് വായിൽ തൊട്ട് കൊടുത്താലേ ഉള്ളൂ അവൾക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് കിടക്കുക, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. കുടിച്ചോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, രണ്ട് ഇതുകൂടെ കുടിക്കേ. ആ നമുക്ക് കുറച്ച് ചെന്നിട്ട് ഇറങ്ങാം. അപ്പോൾ അവിടെ മുഖം ഒന്ന് കഴുകിക്കട്ടെ. ഈ വെള്ളം തന്നെ തൊട്ടിട്ട് മുഖം ഒന്ന് കഴിച്ചാൽ അവൾ സെറ്റാവും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേഹത്ത് വെള്ളം വീഴുന്നതൊക്കെ ഇഷ്ടമാണ്. താഴെ ഉപ്പുവെള്ളമാണ് ആ ഇതിൽ പുഴയിൽ, അല്ലെങ്കിൽ അവളെ കൊണ്ട് കുളിപ്പിക്കായിരുന്നു. ഉപ്പുവെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറച്ച് സമയത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക്. മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. കഴുകി. ഏതായാലും നീ ആ വെള്ളം കുടിക്കുന്നില്ല, അപ്പോൾ പിന്നെ ദേഹേലും കഴുകിയിട്ടല്ല. നേരെ അപ്പോൾ കുഞ്ഞ് റെഡിയാണ്, ഞാൻ റെഡിയാവുന്നു. ഇനിയിപ്പോൾ പാത്രമൊക്കെ കയറ്റി വെച്ച് എൻ്റെ ബാഗൊക്കെ എടുത്ത് പതിയെ ഷൂ ഒക്കെ ഇട്ട്, ഷൂവിൻ്റെ അകത്ത് വല്ല സാധനങ്ങളും കയറി ഇരിപ്പുണ്ടോയെന്ന് അറിയത്തില്ല, അതൊക്കെ തപ്പിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. അപ്പോഴത്തെ ഇതാണ് ഗണപതി ടെമ്പിൾ. ചെറിയ ക്ഷേത്രമാണ്, നല്ല രസമുണ്ട്. ഇതുണ്ട് എലി, ഗണപതിയുടെ വാഹനം എലി കണ്ടുപിടിയിരിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് യാത്രകളിലേക്ക് പോവാം. ആന്ധ്രയുടെ ഗ്രാമക്കാഴ്ചകളിലേക്ക് നമുക്ക് ഇന്നു മുതൽ യാത്ര തിരിക്കാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആന്ധ്രയുടെ ഗ്രാമക്കാഴ്ചകളിലേക്ക് ഇന്ന് മുതൽ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. വിശാലമായ പാടശേഖരവും കൃഷിസ്ഥലവും ഒക്കെ കാണാനായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ അല്ലേ? അപ്പം മറക്കണ്ട, ഞാൻ ആന്ധ്രയിലേക്കാണ് കയറുന്നത്. ഓക്കെ, അന്നേ വണക്കം. അങ്ങനെ നമ്മൾ ആന്ധ്രയുടെ മണ്ണിലേക്കുള്ള യാത്ര.
നാനാത്വത്തിൽ ഏകത്വം പേർന്ന ഇന്ത്യയുടെ മനസ്സ് കാണാൻ നമ്മുടെ യാത്ര തുടരുകയാണ്. ബോർഡർ ടോൾ പ്ലാസ. അപ്പോൾ കർണാടകത്തിലേക്ക് ആന്ധ്രയിലേക്കുള്ള എൻട്രിയുടെ ആദ്യത്തെ ടോൾ പ്ലാസയിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ വലിയ ടോൾ പ്ലാസയൊക്കെ കടന്ന് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കയറി ഒന്ന് പോകാമല്ലേ. ആദ്യമായിട്ട് ഒരു ടോൾ പ്ലാസയുടെ അകത്തൂടെ കയറി പോകുന്നു. അവിടെയെല്ലാം ചപ്പും ചവറുവാണ്, ഒന്ന് വെട്ടി മാറ്റാറായിട്ടില്ല. ഇതുണ്ടോ ലോറി എരിഞ്ഞിരിക്കുന്ന ഒരു ലോറി ഉണ്ടോ, എന്തോ ചെയ്യാൻ ഫുള്ള് ലോഡും ചെരിഞ്ഞു പോയി. അട്ടിയിട്ടവൻ്റെ ഗുണം. ലോറീനെ ഇത് ബോഡിയെ കഴിഞ്ഞും വലിയ ലോഡാണ് എറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ റൈഡ് ചെയ്ത് പോകാൻ. ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്, ലോഡ് മൊത്തം ചെരിഞ്ഞു. ഭുവനേശ്വർ 1180 കിലോമീറ്റർ. പിന്നെ എവിടെ ഇല്ലില്ല, ആയിട്ടില്ല. തമിഴിലാണ് എഴുത്ത്. തെലുങ്കിൽ എഴുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ സെറ്റാവും. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൻ്റെ ബോർഡർ ഏരിയയിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് സാർ. അപ്പോൾ ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. വഴിയിൽ ഒരു ബോധമില്ല, കൊണ്ടൊന്ന് വണ്ടി കഴിഞ്ഞാക്കുന്നുണ്ടോ. भाई कैसा है? ഭായിനെയൊക്കെ വിളിച്ച് ചോദിച്ചേക്കാം എന്താ ഉണ്ട് വിശേഷം. ചിലപ്പോൾ വല്ല വിശേഷം ഉണ്ടാലോ. അപ്പോഴത്തെ നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരികയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു ബായി നമ്മളെ വിളിച്ചത്. എങ്ങോട്ടാണ് യാത്ര എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഇത് ടയർ പഞ്ചർ ഒട്ടിക്കുന്നതൊക്കെ കടയാണ്, അതുപോലെ തന്നെ നിർത്തിപ്പോയൊരു പമ്പാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് ശൗചാലയത്തിൽ പോകാനും ഒക്കെ എവിടെയെങ്കിലും പമ്പ് തപ്പി വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആന്ധ്രയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഈ പെട്രോൾ പമ്പിൻ്റെ പഴയ നിർത്തിപ്പോയ പെട്രോൾ പമ്പാണ്. അവിടെ ഒരു ബായി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബീഹാറുകാരനാണ് അദ്ദേഹം, കുളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുളിച്ചില്ല, കുളിക്കാൻ വേണ്ടി ഉള്ള സ്ഥലം നോക്കി നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും പുഴയുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കുളിക്കാമെന്നോർത്താണ് വന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല വെള്ളമുണ്ട്, കുളിക്കാമെന്ന് പറഞ്ഞു. നല്ല അടിപൊളി വെള്ളം, ഇച്ചിരി ചെറിയോയുണ്ടെന്നേ ഉള്ളൂ, ബോർവെല്ലിലെ വെള്ളമാണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഇത് കുളിയൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, ഇവിടെയാണ് കുളിച്ചത്. ഇതാണ് ഹൈവേ, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പായിരുന്നു, അത് നിർത്തിപ്പോയതാണ്. അപ്പോൾ അതേ കുഞ്ഞിനെ ഇവിടെ അയച്ചു വിട്ടിരിക്കുകയാണ്, അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു, അതൊക്കെ കഴിച്ച് കുഞ്ഞിക്കും ചിക്കനൊക്കെ കൊടുത്ത്. ഇന്നലെ ഇതാണ് കിട്ടിയത്, നമ്മുടെ ദോശയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടതാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ. പക്ഷേ ദോശ കിട്ടിയില്ല, അതുകൊണ്ട് പുള്ളി എനിക്ക് ചിക്കൻ റൈസാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ചിക്കൻ റൈസ് വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് അത് അമ്പലമായതുകൊണ്ട് നമ്മളവിടെ കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനത് വെളിയിൽ ഒരു മരത്തേൽ കെട്ടി തൂക്കിയിട്ട്, എന്നിട്ട് ഇങ്ങി വാ മരത്തേൽ കെട്ടി തൂക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ അത് എടുത്തുകൊണ്ട് പോന്ന് കുഞ്ഞ് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കത് തന്നെ പണി, അവൾക്ക് ഇറക്കി വിട്ടാൽ അവൾക്ക് സന്തോഷമാണ്. വെള്ളമൊക്കെ കുടിച്ച് ചിക്കനൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ വെള്ളമൊക്കെ കുടിക്കുക, രണ്ട് ഓടി വരുന്നു. അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ടാണ് വീഡിയോ കാണിക്കാൻ പറ്റാത്തത്.
അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരാം. ബായിനെ കണ്ട് ഒന്ന് സംസാരിച്ച് സന്തോഷം പങ്കുവച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ആന്ധ്രയിലോട്ട് ഇതുവരെ കയറിയില്ല കേട്ടോ. ആരും അതിൽ അതിശയം പരിഭവം പറയല്ലേ. നമുക്കിങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് പ്രയോജനപ്പെടുത്തി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. കുഞ്ഞി ഇവിടെ ഓടിക്കളിച്ച് നടക്കുകയാണ്. അവൾ സന്തോഷത്തിലാണ്. കാരണം ഇന്നലെ ഒന്നും അവൾക്ക് കൂട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ നായക്കമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് അവൾ നല്ല സുഖമായിട്ട് ഇവിടെ നടക്കുകയാണ്. പിന്നെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ല് കിടക്കുക, അതുകൊണ്ട് കാലെ കുത്തി കയറും. കുഞ്ഞി, എൻ്റെ കാലെ കുപ്പിച്ചില്ല് കുത്തി കയറുന്നുണ്ടോ? ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ല് അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുക. കാരണം നടക്കുന്നുണ്ടോ? കുഞ്ഞിയുടെ വിളയാട്ടമാണ് നടക്കുന്നത്. വാ. ആ, അവൾ അതിനിടയ്ക്ക് കാര്യം സാധിക്കാൻ പോയി. ഓടി നടക്കുന്നു. നീ പോര്. അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വാ. ഹൈ ഹൈ ഹൈ. അതൊക്കെ ക്യാമറ എടുക്കുമ്പോൾ അറിയാം വീഡിയോ എടുക്കാനാണ്, അതുകൊണ്ട് അവൾ തുള്ളിക്കളിക്കും. ഇങ്ങോട്ട് ഓടി വന്നേ, ഓടി വന്നേ കുഞ്ഞി. അതൊക്കെ ഓടിക്കളിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അവൾ വെറുതെ വിടും. വെള്ളം കുടിക്കുന്ന കുഞ്ഞിപ്പുഴു. ഒന്ന് മൂത്രം ഒഴിച്ചാൽ അന്നേരം അത്രയും വെള്ളം അകത്താക്കും. അതാണ് അവിടെ പരിപാടി. ദേഹത്ത് ഗ്രീസ് വെച്ച് ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി അവിടെ ഇരുന്നു. ദേഹത്ത് ഇത് പറ്റൂടി. ഇനി മാറി അതിൻ്റെ അടിയിൽ പോയിരിക്കാതെ. വേണ്ട വേണ്ട, ഒറ്റ വെക്കൊന്നും വേണ്ട. ദേഹത്ത് പറ്റും. അയ്യേ, ആ വാല് നിറച്ചാക്കി. നിന്നോട് പറഞ്ഞാൽ കേൾക്കുകയല്ലോ. നീ എന്ത് വെണ്ണാടി, നീ എന്ത് വെണ്ണാടി, എന്ത് വെണ്ണാടി നീ, നീ എന്ത് വെണ്ണ, നീ എന്ത് വെണ്ണ, എന്ത് വെണ്ണ ഇത്, ഇത് എന്ത് വെണ്ണ, ഇത് എന്ത് വെണ്ണ, എന്ത് വെണ്ണാണ്, എന്ത് വെണ്ണ. ഇദ്ദേഹത്ത് വാല ചെളി കുറ്റി. ഇങ്ങി വാ. ആ, അവൾ ആ ഇവത്തെ മാത്രമേ പോയി കിടക്കുള്ളൂ, ചെയിൻ്റെ അടിയിൽ. അവിടെ ഒരു ശീലമായിപ്പോയി. നമ്മുടെ വണ്ടി വിട്ടുള്ള പരിപാടിയില്ല അവർക്ക്. അപ്പോൾ നമ്മൾ ആന്ധ്രയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ സംസ്ഥാനമായ ആന്ധ്രയിലേക്ക് നമ്മുടെ യാത്ര കയറിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിത് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാമപുരത്താണ്. രാമാപുരം, അത് നമ്മുടെ കോട്ടയത്തെ രാമപുരം അല്ല, ഇത് നമ്മുടെ ആന്ധ്രയുടെ എൻട്രൻസ് ആയ രാമപുരം. ഇതുണ്ടോ, രാമപുരം. അപ്പോൾ രാമപുരത്തുനിന്ന് നമ്മൾ ആന്ധ്രയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര 4ാമത്തെ സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശവും പിന്നിട്ട് 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും പിന്നിട്ട് ആന്ധ്രയുടെ മണ്ണിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇനി ആന്ധ്രയുടെ മണ്ണിലൂടെ. അപ്പോൾ നമ്മൾ രാമപുരത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി വന്നപ്പോഴേ കാണുന്നത് വലിയ മാന്തോപ്പുകളാണ്, നിറയെ മാങ്ങയുമായി കിടക്കുന്ന വലിയ മാന്തോപ്പുകൾ. അപ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച, നിറയെ മാങ്ങയുമായി കിടക്കുന്ന മാന്തോപ്പുകൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആന്ധ്രയുടെ കൃഷിഭൂമിയിലൂടെ ഗ്രാമങ്ങളിലൂടെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഈ കിടക്കുന്ന NH-ലൂടെ കുറേ ദൂരം പോയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര കേരള ടു കാശ്മീർ യാത്രയുടെ 8 മാസം പൂർത്തിയാകുമ്പോൾ നമ്മളിതാ ആന്ധ്രയിലെത്തിയിരിക്കുകയാണ്.
അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിയത്. സാമ്പത്തികമായി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലയിടത്തും റെസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇത്രയും പ്രായമുള്ള ആൾക്ക് ഈ യാത്ര സാധിക്കുമോ എന്ന് ചോദിച്ച പലരുമുണ്ട്. വട്ടാണോ ഭ്രാന്താണോ എന്ന് ചോദിച്ച പലരുമുണ്ട്. അതൊക്കെയാണെങ്കിലും ഞാൻ ഈ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാണേലും ഇന്ത്യ മുഴുവൻ കാണുക, ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.